ചെയ്തിട്ടുണ്ട്. Very good evening all shooters, aspirant shooters as well. Thank you very much for joining to this program. നമ്മുടെ മോക്ഷ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോർജ് സെബാസ്റ്റ്യൻ സാർ ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനുശേഷം ഒന്ന് ഒഫീഷ്യലി സാറിനെ ഒന്ന് സണ്ണി തോമസ് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓവർ ടു ജോർജ് സെബാസ്റ്റ്യൻ സാർ. Sir, you can follow Malayalam, am I right, sir? Like sir is there. Like I'm just checking whether he can follow Malayalam. Joseph, sir, over to you. Good evening. നമ്മുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്ന ഈ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഔപചാരികമായ തുടക്കം ഇന്ന് നടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും റൈഫിൾ അസോസിയേഷന്റെ പേരിൽ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മാതൃക കേരളത്തിലെ എല്ലാ റൈഫിൾ അസോസിയേഷനിലും അത് പിന്തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മളെല്ലാം ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ സണ്ണി തോമസിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും റൈഫിൾ അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇത് നന്മകളും നേരുന്നു. താങ്ക് യു ജോർജ് സെബാസ്റ്റ്യൻ സാർ. ഒരു പ്രത്യേകിച്ച് ഒരു മുഖവരയുടെയും ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലെങ്കിലും ഒരു ഒഫീഷ്യൽ പ്രൊസീജിയർ എന്ന നിലയ്ക്ക് സണ്ണി തോമസ് സാറിനെ ഞാൻ ഒഫീഷ്യലി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. CMS കോളേജിൽ നിന്ന് MA ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ എടുത്ത ശേഷം 1963 സേക്രഡ് ഹാർട്ട് കോളേജ് എറണാകുളത്ത് ലെക്ചറായി ജോയിൻ ചെയ്തു. 1964 സെന്റ് ജോസഫ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷിന്റെ ഹെഡായി 33 വർഷം അവിടെ സർവീസ് ചെയ്ത ശേഷം 1997 വൈസ് പ്രിൻസിപ്പളായി അദ്ദേഹം റിട്ടയർ ചെയ്തു. അതേപോലെ 1965 അദ്ദേഹം കോട്ടയം റൈഫിൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നത്. 65 തന്നെ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ 2 ഗോൾഡും 2 സിൽവറും 1 ബ്രോൺസും അടക്കം പങ്കെടുക്കുകയുണ്ടായി. അതേഴ്സ് ക്യാൻ പ്ലീസ് മ്യൂട്ട്. എവിടുന്നോ വോയിസ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. ഒരു മിനിറ്റ് സാറേ, ഞാനൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ഓക്കെ, സോറി. ഓക്കെ, 1970 അഹമ്മദാബാദിലെ വെപ്പൺ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ഷാർപ്പ് ഷൂട്ടർ സർട്ടിഫിക്കറ്റ് അദ്ദേഹം ലഭിക്കുകയുണ്ടായി. അതുപോലെ കേരള സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു 5 വർഷക്കാലം. അതുപോലെ 1976 നാഷണൽ ചാമ്പ്യനായ അദ്ദേഹം 1993 ഫസ്റ്റ് നാഷണൽ കോച്ചായി 19 വർഷം നാഷണൽ കോച്ചായി സെർവ് ചെയ്തു. അതായത് 2012 ലണ്ടൻ ഒളിമ്പിക്സ് വരെ അദ്ദേഹം നാഷണൽ കോച്ചായി സെർവ് ചെയ്തു. 2002 അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന് പ്രസ്റ്റീജിയസ് അവാർഡായ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇപ്പോ ലൈഫ് വൈസ് പ്രസിഡന്റ്, നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഇന്ത്യയുടെ ലൈഫ് വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. അതുപോലെ ചീഫ് പാറ്റേൺ, കോട്ടയം റൈഫിൾ അസോസിയേഷൻ ചീഫ് പാറ്റേൺ കൂടിയാണ് അദ്ദേഹം. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ലൈസൻസ് ഹോൾഡർ, എ കാറ്റഗറി ലൈസൻസ് ഹോൾഡർ ആണ് അദ്ദേഹം. അതേപോലെ അദ്ദേഹം കോച്ചായിരുന്ന സമയത്ത് ഏകദേശം 5 ഒളിമ്പിക്സും 6 ഏഷ്യൻ ഗെയിംസും 5 കോമൺവെൽത്ത് ഗെയിംസും 5 വേൾഡ് ചാമ്പ്യൻഷിപ്പും അതേപോലെ 50 വേൾഡ് കപ്പും അടക്കം 130ഓളം ഇന്റർനാഷണൽ